എല്ലാവർക്കും നമസ്കാരം. 11ാമത്തെ അധ്യായം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: വെൻ ഈറ്റിംഗ് പോസ് ആഫ്റ്റർ എവറി ബൈറ്റ്. അതായത് ഓരോ പ്രാവശ്യവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് എടുക്കാനാണ് പറയുന്നത്. ഈ ഒരു ഗ്യാപ്പ് എടുക്കുന്നത് എന്തിനാണ് എന്നുള്ളത് ആദ്യം പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഗ്യാപ്പ് എടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും പറയാം. എന്തിനാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ ഒരുപാട് പേർക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കണ്ണടച്ചിരുന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഫോക്കസ് നമുക്ക് വളർത്തിയെടുക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു മെഡിറ്റേഷൻ എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ആരെങ്കിലും വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. സെൻ ബുദ്ധിസ്റ്റ് സന്യാസികൾ സ്ഥിരമായിട്ട് പരിശീലിച്ച് വരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാമെങ്കിൽ നമുക്കും അത് പരിശീലിക്കാവുന്നതാണ്. വേറൊന്നുമല്ല, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചെറിയ ഗ്യാപ്പ് എടുക്കാൻ പറയുന്നുണ്ട്. ഒരു ഗ്യാപ്പിൽ നമുക്ക് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 5 ചിന്താ രീതികൾ അല്ലെങ്കിൽ 5 റിഫ്ലക്ഷൻസ് എന്നാണ് പറയുന്നത്. ആദ്യത്തെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് വേറൊന്നുമല്ല, ഈ ഭക്ഷണ പദാർത്ഥം നമ്മുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് ഇതിന് പുറകിൽ അധ്വാനിച്ചിട്ടുള്ള വ്യക്തികളെ മനസ്സിലൊന്ന് ഓർക്കുക. അവരോട് ഒരു നന്ദി പറയുക. ഉറക്കെ പറയണം എന്ന് ഒട്ടും നിർബന്ധമില്ല, മനസ്സുകൊണ്ട് നമ്മളൊന്ന് പറഞ്ഞാൽ മതി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള എഫേർട്ട്. വെറുതെ ഇരുന്നാൽ ഭക്ഷണം വരില്ല. തീർച്ചയായിട്ടും ഒന്നിൽ കടയിൽ പോയിട്ട് നമ്മളത് വാങ്ങണം, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളവിടെ പോയിട്ടുണ്ടാകാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെയായിരിക്കും ഭക്ഷണം പാചകം ചെയ്തത്. അതേപോലെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ നമ്മൾ എടുത്തു. അപ്പോൾ ആ ഭക്ഷണം കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളൊരു തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ട്. അതിനെയും നമ്മളൊന്ന് ഓർക്കുക. അതും ശരിക്കും പറഞ്ഞാൽ നമുക്ക് നന്ദി പറയണ്ടേ, നമ്മളോട് തന്നെ നമ്മൾ നന്ദി പറയേണ്ട ഒരു കാര്യമാണ്, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ഓർക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഭക്ഷണം കിട്ടാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ആരോടെങ്കിലും നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ എളുപ്പത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ടാകാം. അപ്പം ഒട്ടും ഗ്രീഡിനെസ് ഇല്ലാതെ, ഒട്ടും ദേഷ്യപ്പെടാതെ നമുക്ക് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയെക്കുറിച്ചൊന്ന്, ആ ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിക്കാം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആരോഗ്യം നിലനിർത്താനായിട്ടുള്ള ഒരു ഔഷധമായിട്ടും നമുക്ക് ഈ ഭക്ഷണത്തെ കാണാം. ഈ ഭക്ഷണം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അസുഖങ്ങൾ വരും എന്ന് നമുക്കറിയാം. നമ്മുടെ ആരോഗ്യം കുറയും നമുക്കറിയാം. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട് ഉള്ള ഈ ഒരു സംഭവത്തെ നമുക്ക് ഒരു ഔഷധമായിട്ട്, ഒരു മരുന്നായിട്ട് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. പിന്നെ എല്ലാത്തിനോടും നമ്മൾ ഒരു നന്ദി പറയുക. ഈ ഒരു പ്രപഞ്ചം തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഒരു പ്രപഞ്ചം നമ്മുടെ ജീവിതം കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഭൂമിയിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ടാകും. ആ പർപ്പസ് നിലനിർത്തണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം. ആ ആരോഗ്യം നിലനിർത്താനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഭക്ഷണം നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിലും കൂടെ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഏത് രീതിയിലാണെങ്കിലും, ഏത് സീക്വൻസിലാണെങ്കിലും നമുക്കൊന്ന് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തോടു കൂടി തന്നെ അല്ലെ അതിനോട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഒരു ഇഷ്ടം തോന്നും, അല്ലേ? നമ്മളിൽ എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്ന് ആലോചിക്കുക. എൻ്റെ ജീവിതത്തിൽ നേരെ തിരിച്ചാണ്. നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് ഇത് കഴിഞ്ഞിട്ട് അടുത്ത പണിയിലേക്ക് പോവുക എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പലപ്പോഴും എനിക്കത് തോന്നിയിട്ടുണ്ട്, ഭക്ഷണത്തോട് ഞാൻ യുദ്ധമാണോ ചെയ്യുന്നതെന്നുള്ളത്. എൻ്റെ വീട്ടുകാരും ചോദിക്കാറുണ്ട്. നമ്മളിൽ പലരും ആ ഒരു അവസ്ഥയിലൂടെ പോകുന്ന വ്യക്തികളായിരിക്കാം. അപ്പം ഇന്ന് മുതൽ തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ച് ഒന്ന് ആലോചിക്കുക. എന്നുവെച്ചാൽ ആ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങേയറ്റം സന്തോഷം തരുന്ന ഒരു രീതിയിൽ ആയിരിക്കണം ആ ഒരു ഭക്ഷണം കഴിച്ച് നമ്മൾ കഴിയുക എന്നുള്ളത്. എത്ര അളവ് നമ്മൾ കഴിക്കുന്നു, എന്ത് കഴിക്കുന്നു എന്നതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ ഒരു പ്രക്രിയ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങേയറ്റം സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ നമ്മളവിടെ വിജയിച്ചു എന്നുള്ളതാണ്. ഇത് 1-2 ദിവസം കൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റി എന്ന് വരില്ല. തീർച്ചയായിട്ടും നിരന്തരമായിട്ട് പരിശ്രമിച്ചാൽ നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അവസ്ഥയാണത്. ഒരു നിമിഷം നമുക്ക് സന്തോഷം തോന്നിക്കുന്നതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഓരോ നിമിഷവും അങ്ങേയറ്റം സന്തോഷം നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരാൻ സാധിക്കട്ടെ. അത് തന്നെയാണ് ജീവിതത്തിൻ്റെ വലിയൊരു ഉദ്ദേശം എന്നും പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങേയറ്റം സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം കൂടെ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു.